ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഓഗസ്റ്റ് മന്തിൽ വന്നിട്ടുള്ള സീഡ്ലിങ്സ്, ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജൂണും ജൂലൈയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ 2 മാസത്തിന് ശേഷം പുതിയ സ്റ്റോക്ക് സീഡ്ലിങ്സിലൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇത്തവണ നമുക്ക് കുറേ അധികം സീഡ്ലിങ്സ് വന്നിട്ടുണ്ട്. അതിൽ സ്പെഷ്യൽ വെറൈറ്റീസും അതുപോലെ തന്നെ നോർമൽ വെറൈറ്റീസും ഉണ്ട്. ഇത്തവണ സ്പെഷ്യൽ വെറൈറ്റീസ് ആണ് കേട്ടോ കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ പതിവ് പോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി ആളുടെ വലുപ്പത്തിൽ ചെറുത് തന്നെയാണ്. അതുപോലെ തന്നെ നോർമൽ വെറൈറ്റിയും സാധാരണ വരാറുള്ള അത്രയും സൈസുള്ള പ്ലാന്റുകളല്ല വന്നിട്ടുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് സീഡ്ലിങ്സ് ഒക്കെ വാങ്ങുന്നവർക്ക് അറിയാം, സ്പെഷ്യൽ വെറൈറ്റികളാവുമ്പോൾ സൈസ് കൊണ്ട് ചെറുതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ പതിവ് എന്തായാലും ഇത്തവണയും തെറ്റിച്ചിട്ടില്ല. കുഞ്ഞ് സീഡ്ലിങ്സ് തന്നെയാണ് കേട്ടോ സ്പെഷ്യലിൽ വന്നിട്ടുള്ളത്. എന്നാൽ തീരെ പൊടിയല്ല, ഒരു ഇത്തിരി വലുപ്പമുണ്ട്. അങ്ങനെയാണ് ഇത്തവണത്തെ നമ്മളെ സീഡ്ലിങ്ങിൻ്റെ അവസ്ഥ. അപ്പോൾ 130 രൂപ മുതൽ 150 രൂപ വരെയാണ് സീഡ്ലിങ്ങിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് കാറ്റഗറി അല്ലേ എന്ന് കരുതിയിട്ട് ആദ്യമായിട്ട് വാങ്ങുന്നവരൊക്കെ ഈ സീഡ്ലിങ്ങിനോട് താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഓർക്കിഡ് വളർത്തി കുറച്ച് പരിചയമുള്ളവർക്കാണ് ഈ സ്പെഷ്യൽ കുഞ്ഞ് ടൈപ്പ് സീഡ്ലിങ്സ് ഒക്കെ വാങ്ങി വളർത്തുന്നത് കുറച്ചുകൂടെ നന്നാവുക. ആദ്യമായിട്ടൊക്കെ ഓർക്കിഡ് വളർത്തുന്നവർ തീർച്ചയായിട്ടും ഒരു മീഡിയം സൈസ് പ്ലാന്റോ അല്ലെങ്കിൽ മെച്യൂർഡ് പ്ലാന്റോ ഒക്കെ ചൂസ് ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് മെച്യൂർഡിൽ തന്നെ അത്യാവശ്യം സൈസുള്ള നോർമൽ വെറൈറ്റി സീഡ്ലിങ് വരും. അപ്പോൾ അത്തരത്തിലുള്ള സീഡ്ലിങ്സ് ഒക്കെ വളർത്തി പൂവൊക്കെ ഉണ്ടായി നമുക്ക് വളർത്താമെന്ന് കോൺഫിഡൻ്റ് ആയതിനു ശേഷം ചെറിയ സീഡ്ലിങ്സ് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്നതാണ് ഈ സീഡ്ലിങ്ങിൻ്റെ സൈസുകൾ വരുന്നത്. നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന നേരത്തെ നമുക്ക് പ്ലാന്റ് കുറച്ചുകൂടെ വലുപ്പമുള്ള പോലെ തോന്നും. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓർഡർ ചെയ്ത് പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓരോ കസ്റ്റമർക്കും നമ്മളൊരു പെന്ന് അടുത്ത് വെച്ചിട്ട് സീഡ്ലിങ്ങിൻ്റെ അടുത്തൊരു പെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് ബ്ലൂ പ്ലാനറ്റ് എന്നുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ബ്ലൂ കളറിൽ അത്യാവശ്യം നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലൂ പ്ലാനറ്റ്. ഇപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് ബ്ലൂ പ്ലാനറ്റിൻ്റെ ഒന്നും സീഡ്ലിങ് കിട്ടാറില്ല. ഇത്തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഫോട്ടോസ് ഇട്ട കാരണം നമുക്ക് ഓർഡേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ പാക്ക് ചെയ്യാനെടുത്ത പ്ലാന്റുകളാണിത്. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റിയൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഇതിങ്ങനെ എടുത്ത് കാണിക്കാൻ കാരണം ഓരോ സീഡ്ലിങ്ങിൻ്റെയും ആ ഒരു സൈസ് നമുക്ക് സെപ്പറേറ്റ് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു മാസം അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് കാണാം. അപ്പോൾ ഇതിലേതെങ്കിലും സീഡ്ലിങ് വാങ്ങണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലില്ലാത്ത ഏതെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ പുതിയ സീഡ്ലിങ്സ് ഓഗസ്റ്റിലെ സീഡ്ലിങ്സ് ആണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരികയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ അവാൻറ്റൺ വൈറ്റ് റാബിറ്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഐഡി കാണുന്നത്. നമ്മുടെ സീസർ വൈറ്റ് ഒക്കെ പോലെ ഉണ്ടെങ്കിലും ഫ്ലവർ വിരിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പിങ്ക് യെല്ലോ നല്ല എനിക്കിഷ്ടമായിട്ടോ ഈ ഒരു വെറൈറ്റി. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ മിനി ബ്ലൂവും ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ ഫ്ലവർ എന്ന് അറിയാൻ. നിങ്ങളെയൊക്കെ പോലെ തന്നെ എനിക്കും നല്ല ആകാംക്ഷ ഉണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത വെറൈറ്റിയൊക്കെ വരുമ്പോൾ ഞാനിവിടെ 2-3 പ്ലാന്റൊക്കെ പോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഉണ്ടായി കാണാൻ ഉള്ളൊരാഗ്രഹം കൊണ്ട്. അതേപോലെ തന്നെ ഇത് യെല്ലോ റെഡ് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നും വന്നിട്ടുണ്ട് ഈ ഒരു സീഡ്ലിങ്ങിൽ. പലപ്പോഴും ആ ഒരു റഫറൻസ് പിക്കിൽ കാണുന്ന അത്രയും മെറൂൺ കളറ് ഈ യെല്ലോൻ്റെ അറ്റത്ത് ഇല്ല എന്നുള്ളതൊരു സത്യമാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ടിസ്റ്റ് വെറൈറ്റികളെക്കാളും നല്ല നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ ഉള്ള ഒരുപാട് കുറേ കാലമായിട്ട് മാർക്കറ്റിൽ വരാത്ത വെറൈറ്റീസൊക്കെ ഇത്തവണത്തെ സീഡ്ലിങ്ങിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്